നരേന്ദ്രമോദി ഫാസിസ്റ്റ് അല്ല എന്ന ഒരു പ്രമേയം അതിൻ്റെ കരട് തയ്യാറാക്കി പാർട്ടി കോൺഗ്രസ് CPM പാർട്ടി കോൺഗ്രസ്സിൽ അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ അത് ചോർന്ന് പുറത്തു വന്നു എന്ന് പറഞ്ഞ് വലിയ വിവാദങ്ങൾ ആരംഭിച്ചു. മാതൃഭൂമി പത്രമാണ് അത് പുറത്തു വിട്ടത്. വാസ്തവത്തിൽ CPM അങ്ങനെ ഒരു കരട് തയ്യാറാക്കിയിട്ടുണ്ടോ? ഇതിനു മുമ്പും അത്തരത്തിൽ ചില കാര്യങ്ങൾ ഉണ്ടായതായിട്ട് ചില വാർത്തകൾ കാണുന്നുണ്ട്. ഇല്ല എന്നാണ് പാർട്ടി പറയുന്നത്. പാർട്ടി അങ്ങനെ പറയുന്ന സ്ഥിതിക്ക് നമുക്കത് വിശ്വാസം എടുത്തേ പറ്റുള്ളൂ. അങ്ങനെ ഒഫീഷ്യലായിട്ട് പാർട്ടിയാണ് പറയുന്നത്. കോൺഗ്രസ് പോലെ അല്ലല്ലോ. കോൺഗ്രസ് ഇടയ്ക്ക് സംഭവം നടന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സായ കോൺഗ്രസ് ഞാൻ വിളിച്ചു ചോദിച്ചു, ഇതൊക്കെ ശരിയാണ്? എന്നോട് ഒന്ന് ശരിയാണ്. കോൺഗ്രസിലെ പറ്റും, CPM-ലാകില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ കണ്ണൂർ അടുത്തൊരു ക്ഷേത്രത്തിലെ പ്രശ്നം ഉണ്ടായി. ജയരാജേട്ടൻ എൻ്റെ അടുത്ത സുഹൃത്ത്. ഞാൻ ജയരാജനെ വിളിച്ചില്ല. എന്തുകൊണ്ടറിയോ? ജയരാജേട്ടൻ പാർട്ടി ലൈനിൽ സംസാരിക്കും. അതിന് നമുക്ക് TV ഉണ്ടാകാൻ പറ്റും. ഞാൻ വത്സനില്ലെങ്കിൽ ചേട്ടനെ വിളിച്ചു ചോദിച്ചു. മൂപ്പനാണെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ പറയും. RSS കുറച്ചുകൂടി ആ ഒരു ഫ്രീഡം കൊടുക്കുന്നുണ്ടല്ലോ. എന്നോട് പറഞ്ഞു ഇങ്ങനെ ആണ് സംഭവം. കൃത്യമായിട്ട് പറഞ്ഞു. രണ്ട് ക്ഷേത്രത്തിൽ എന്തോ മുദ്രാവാക്യം വിളിച്ചു. അതെ അതിന്റെ കാര്യം കൃത്യം. പക്ഷേ ഞാനത് ഡിസ്കഷൻ പങ്കെടുത്തതിന് ശേഷമാണ്. ചേട്ടൻ എന്തോ ഒരു തിരക്കിലായിരുന്നു, കുടുംബക്ഷേത്ര ഉത്സവമായിട്ടായിരുന്നു. അതിനുശേഷമാണ് കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് അന്നപ്പോൾ അത് പറയാൻ പറ്റിയില്ല. ഞാൻ കൃത്യം കാര്യം പറഞ്ഞു. ജയരാജേട്ടൻ പാർട്ടിയിലായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. ഇതാണ് ജയരാജേട്ടൻ്റെ പ്രശ്നമല്ല. അവർ പാർട്ടിക്കാർ അങ്ങനെയാണ്. ഇതേ കണ്ണൂരിലെ പാർട്ടിക്കാരുടെ സ്വഭാവം അതാണ്. നമുക്ക് അഡീഷണൽ ആയിട്ടൊന്നും കിട്ടിയില്ല. സൗത്ത് നിന്ന് കിട്ടും, കണ്ണൂർ കിട്ടില്ല. അപ്പം ഇങ്ങനെ അതുപോലെയാണ് ഈ പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് നമുക്ക് വിശ്വാസത്തിൽ എടുക്കാനേ പറ്റുള്ളൂ കരട്. പക്ഷേ ഇനി അവരെ നമുക്ക് മാറ്റിയത് പാർട്ടിയുടെ നിലപാട്. ഇപ്പോൾ നരേന്ദ്രമോദി ഫാസിസ്റ്റ് ആണോ എന്നുള്ള ചോദിക്കാം. സത്യത്തിൽ CPM ഇപ്പം പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ CPM ഇടതുപക്ഷക്കാരാണ് ഈ ഫാസിസ്റ്റ് പോയോ ആദ്യം കൊണ്ടുവന്നത്. നമ്മളെ ആളുകൾക്കൊക്കെ വല്ല ഫാസിസ്റ്റ് എന്താണെന്ന് പറയും. ഇപ്പോഴറിയാം, അന്നറിയില്ലല്ലോ. നമ്മളാണ് മുസ്ലിംസിന്. ഇനി നമ്മളല്ലാത്ത മുസ്ലിംസുണ്ട്, അതായത് ജമാഅത്ത് ഇസ്ലാമി, ഞാൻ കൊടുത്തപ്പെടുന്ന ആളല്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. അന്ന് ഇപ്പം വലിയ ധാരണയുണ്ട്. അപ്പം അവിടുത്തെ ഫാസിസ്റ്റ് എന്ന് വിളിക്കും. അവർ സത്യത്തിൽ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും കാണിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഫാസിസം. അപ്പം ഇത് ഈ ഒരു ചർച്ച ആദ്യം കൊണ്ടുവന്ന ഇടതുപക്ഷക്കാരനാണ് ഫാസിസ്റ്റാണ് എന്നുള്ളത്. ഞാനൊക്കെ അത് ശക്തമായി പറഞ്ഞ ഒരാളാണ്. അതിന് എനിക്കൊരു കുറ്റബോധമൊന്നുമില്ല. അന്ന് നമുക്ക് കിട്ടിയ ലിറ്ററേച്ചറും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ പറഞ്ഞത് കൃത്യമായിരുന്നു. പിന്നെ അതിനുശേഷമാണ് കൂടുതൽ വിവരങ്ങളും മറ്റും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നിലപാട് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഫാസിസം എന്ന് വെച്ചാൽ ബേസിക്കലി എന്താണ്? ഫാസിസം എന്ന് വെച്ചാൽ ബേസിക്കലി അധികാരം ശക്തി ഉപയോഗിച്ച് ആശയങ്ങളെ എതിർ ശബ്ദത്തെ ഇല്ലാതാക്കുകയാണ്. ഒരാശയം, ഒരു പാർട്ടി, ഒരു നേതാവ്, ഒരു രാജ്യം, ഒരു ഏകാധിപത്യ സ്വഭാവത്തിൽ. അപ്പോൾ ആ പാർട്ടി വിഭാവനം ചെയ്യുന്ന ഐഡിയോളജിയും ആയിട്ട് ചേർന്ന് നിൽക്കാത്തവരെല്ലാം തന്നെ ഒന്നീ കൊല ചെയ്യപ്പെടേണ്ടവരോ ആ രാജ്യത്ത് തുരത്തപ്പെടേണ്ടവരോ അടിച്ചമർത്തപ്പെടേണ്ടവരാണ്. റൈറ്റ്, അതാണ് ഫാസിസം. ഇനി നിങ്ങൾ നമ്മുടെ ചുറ്റും നോക്കൂ, അങ്ങനെ അല്ലാത്ത എത്ര രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഞാൻ പറയുന്നത് ആകെപ്പാടെ കോൺഗ്രസ് ഉണ്ടാവും. പ്രാക്ടിക്കൽ സെൻസിൽ കോൺഗ്രസ് ഉണ്ടാവും. ഇപ്പോഴത്തെ മുസ്ലിം ലീഗും ഉണ്ടാവും. പഴയ മുസ്ലിം ലീഗ് അല്ല, ഇപ്പോഴത്തെ സോക്കോൾഡ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്. ബാക്കിയെല്ലാം കൃത്യമായിട്ട് അവരുടെ ഐഡിയോളജിയിൽ പറയുന്നതും എഴുതി വെച്ചിരിക്കുന്നതൊക്കെ ഈ രീതിയിലൊക്കെ തന്നെയാണ്. ഒന്നീ നമ്മുടെ കൂടെ ചേരുക, അല്ല ഇവിടെ നിന്ന് പുറത്തു പോവുക, അല്ലെങ്കിൽ സബോർഡിനേറ്റ് ആയി കഴിയുക. പക്ഷേ പ്രാക്ടിക്കൽ സെൻസിൽ അങ്ങനെയല്ല. അവരൊക്കെ കോൺഗ്രസ് പോലെയാണ്, എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ടാണ് പോകുന്നത്. ഇനി നമ്മളിത് നേരെ തിരിച്ച് RSS, മോഡി എന്ന് പറയുമ്പോൾ RSS ആണല്ലോ. RSS ഫാസിസ്റ്റ് സംഘടനയാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് എല്ലാവരും വോട്ട് ചെയ്യുന്നത് ആഭ്യന്തര ശത്രുക്കൾ എന്നുള്ള വിചാരധാരയിലെ പാർട്ടാണ്. ഈ ആഭ്യന്തര ശത്രുക്കൾ എന്നുള്ള വിചാരധാരയിലെ പാർട്ട് സ്വാതന്ത്ര്യ പൂർവ്വ കാലഘട്ടത്തിലും അതിനുശേഷം ഉണ്ടായ കലാപങ്ങളെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതായത് പാകിസ്ഥാൻ വാദം ഉണ്ടാകുന്നു, അങ്ങനെയാണ് മുസ്ലിങ്ങൾ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുമ്പോൾ രാജ്യം ആവശ്യപ്പെടുന്നു. ക്രിസ്ത്യൻ മിഷണറീസ്, റോമൻ കത്തോലിക്കരല്ല ഇവാഞ്ചലിസ്റ്റുകൾ വന്ന് ഭീകരമായ രീതിയിൽ ഹിന്ദു ദൈവങ്ങളെ മങ്കി ഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ആക്രമിക്കുന്നു. അത് മങ്കി ഗോഡ് ഹനുമാൻ, സ്നേക്ക് ഗോഡ് അത് ശിവൻ, അഭിഷേകിക്കുന്നു. അതാണ് അവരെ കൊണ്ട് പറയാൻ കാരണം. മതപരിവർത്തനം. അല്ല, ഇത് സ്വയം ക്രിസ്ത്യാനികളെ പറ്റി അല്ല പറഞ്ഞത്. ഇവിടെ പലരും അങ്ങനെ ഇത് അവരെ പറ്റി മതപരിവർത്തനം, ഇത് പറഞ്ഞുകൊണ്ടാണ് മതപരിവർത്തനം നടത്തുന്നത്. മൂന്നാമത്തെ കാര്യം കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യയെ 13 കഷ്ണം മറ്റോ ആക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഇന്റർനാഷണലിസമാണ്, നാഷണലിസം അല്ല. RSS നാഷണലിസമാണ് പറയുന്നത്. അപ്പോൾ ഇന്റർനാഷണലിസം പറയുന്ന ആളുകൾ അവർക്ക് ശത്രുക്കളാണ്. ഈ സാഹചര്യത്തിലാണ് അവരിത് മൂന്നും പറഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇവരല്ലാതെ വേറെ ഒരാളാണെങ്കിലും അങ്ങനെ പറഞ്ഞു പോകും. അതാണ് സ്ഥിതി. എന്നാൽ പിന്നീട്
ഈ നിലപാടുകളെല്ലാം ആർ എസ് എസ് മാറ്റം വരുത്തുന്നുണ്ട്. ഗുരുജി തന്നെ പറയുന്നുണ്ട്, എന്ത് പറയുന്നുണ്ട്, ഈ പറയുന്നത് പോലെ സാംസ്കാരിക ദേശീയത. ഞാൻ ഈ ഗുരുജീൻ്റെ 2 സൈഡും വായിച്ച ആളാണ്. ഈ ഗുരുജീനെ കിട്ടാവുന്നൊരു സാധനങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട്. ഒരു വാദം മൂപ്പര് ഇതൊക്കെ പറയുന്നുണ്ട്, സത്യമാണ്. വേറൊരു വാദം മൂപ്പര് പറയുന്നത് പറയും, ഇന്ത്യയിലെ പൊതു സംസ്കാരത്തെ അംഗീകരിച്ചുകൊണ്ടും ആ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മൾ എന്നുള്ള ബോധം ഉൾക്കൊണ്ടുകൊണ്ടും എല്ലാവർക്കും ഇവിടെ കഴിയാം, തുല്യരായി കഴിയാം, ഒരു പ്രശ്നമില്ല. കാരണം ഇവരെല്ലാം മുമ്പത്തെ ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെയാണ്. പക്ഷേ ആദ്യത്തെ കൂറ് ഈ രാജ്യത്തോടായിരിക്കണം, അതല്ല മക്കയോടോ റോമിനോടോ മോസ്കോയോടോ ആവരുത്. അത് ലോജിക്കലാണ്. ഇന്ത്യ പോലുള്ള ഒരു തരത്തിൽ മണ്ണിന്റെ മക്കൾ. അത് ലോജിക്കലാണ്. ഇദ്ദേഹവും സവർക്കറും തമ്മിൽ, സവർക്കർ ഈ ഗുരുജി ജീവിച്ചിരുന്ന സമയത്തൊന്നും RSS സവർക്കറിന് വലിയ വിലയും കൊടുത്തിട്ടില്ല. കാരണം സവർക്കറിൻ്റെ വലിയ കാര്യമായിരുന്നില്ല ഗുരുജിക്ക്. കാരണം സവർക്കറിൻ്റെ പ്രശ്നം അതേ കൃത്യമായ വിചാരധാരയല്ല, അത് പറയുന്നുണ്ട്. കാരണം സവർക്കർ എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ കുറച്ച് എടുത്തിയാട്ടക്കാരനും. സവർക്കറിൽ ഈ മുസ്ലിംസിനൊന്നും സ്ഥാനമില്ല. സവർക്കറിൻ്റെ ഐഡിയോളജിയിൽ മുസ്ലിംസിനൊന്നും സ്ഥാനമില്ല. അവരെ ഈ ഭീകരമായ രീതിയിൽ വേട്ടാണ്, മുസ്ലിംസിനെയും ക്രിസ്ത്യൻസിനെയും കമ്മ്യൂണിസ്റ്റിനെയൊക്കെ വേട്ടാണെന്ന് കൃത്യം ഐഡിയോളജി ഉണ്ടായിരുന്ന സവർക്കറിന്. ഗുരുജി അതിനെ തിരുത്തുന്നുണ്ട്. ആദ്യം ഹിന്ദുത്വത്തിൻ്റെ ഒരു അജണ്ട തീരുമാനിച്ച സവർക്കറാണല്ലോ, അദ്ദേഹമാണ് അതിനു വേണ്ടി വാദിച്ചത്. അതിൻ്റെ സ്വാധീനം ആദ്യ കാലഘട്ടത്തിൽ ഡോക്ടർ ജി ആണെങ്കിലും എല്ലാം അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു. സവർക്കറിൻ്റെ ആളുകളാണ് ഈ പറയുന്ന BS മൂഞ്ച എന്നൊക്കെ പറയും. അന്ന് ഇറ്റലിയിലെ ഫാസിസ്റ്റ് കോൺസെൻട്രേഷൻ ക്യാമ്പുകളൊക്കെ സന്ദർശിച്ച് കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് വിലയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ റെക്കോർഡ്സ് വന്നു, അതൊക്കെ സത്യമാണ് കേട്ടോ. പക്ഷെ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അന്നത്തെ അദ്ദേഹമൊക്കെ സന്ദർശിച്ച സമയത്ത് ഈ ഫാസിസ്റ്റ് ക്യാമ്പുകൾ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും കൈയടിക്കുന്ന സംഭവമാണ്. കമ്മ്യൂണിസത്തിൽ ചെറുത്ത് നിൽക്കുന്ന രീതിയിൽ, ഫാസിസമാണെന്ന രീതിയിൽ, മനസ്സിലായോ? ഇന്നല്ലേ ഇത് പ്രശ്നം. ഇപ്പം ഹിറ്റ്ലറൊക്കെ മരിച്ചതിന് ശേഷം ഹിറ്റ്ലർ ഭയങ്കര ഭീകരനായി മാറിയത്. അതുവരെ അമേരിക്കയും ബ്രിട്ടനൊക്കെ ആണ് അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടിരുന്നത്. അന്നപ്പോൾ ഇവിടെ BS മൂഞ്ചയൊക്കെ, പക്ഷേ BS മൂഞ്ചയൊക്കെ കൂടുതൽ ഹിന്ദു മഹാസഭയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഗാന്ധിനെ കൊന്നവരാണല്ലോ, അവരായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവർക്കൊക്കെ ഒരു ഹിന്ദു മഹാസഭയുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡോക്ടർ ജിക്ക് ആണെങ്കിലും കോൺഗ്രസിന് ഹിന്ദു മഹാസഭയുടെ ഒരേ സമയം ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. മദൻ മോഹൻ മാളവിയാജിയുടെ ഒക്കെ ഒരു സ്വാധീനം. പക്ഷേ ഹിന്ദു മഹാസഭ തെറ്റിയെന്നാണ് RSS ഉണ്ടാകുന്നത്. പിന്നെ ഹിന്ദു മഹാസഭയെ ഏറ്റവും കൂടുതൽ എതിർത്തത് പിന്നെ ഗുരുജിയാണ്. അത് നിങ്ങൾ RSSന് വ്യക്തമായി. ഗുരുജിക്ക് അദ്ദേഹത്തിന് വലിയ എതിർപ്പുണ്ടായിരുന്നു. അതായത് കൃത്യമായി പറയുന്നുണ്ട് എന്തുകൊണ്ട് ഹിന്ദു മഹാസഭയെ എതിർക്കുന്നു എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഇപ്പം ഡോക്ടർ ജിനോട് പണ്ടാരോന്ന് ചോദിച്ചു, ഒരു ബോംബെയിൽ ഒരു കോളനി ഉണ്ട്, ഹിന്ദുക്കളെ കോളനി, നമ്മളതിന് ഹിന്ദു കോളനി എന്ന് പേരിട്ടോട്ടെ. ഹിന്ദു മഹാസഭക്കാരൻ പറയാൻ എന്താ ഇട്ടോന്നാ പറയും. ഡോക്ടർ ജി അങ്ങനെ ഇടാൻ പാടില്ല, കാരണം ഇത് ഹിന്ദു രാജ്യമാണ്, ഇവിടെ ഹിന്ദു കോളനി, മുസ്ലിം കോളനി എന്ന് വേണം കിട്ടും. കാരണം അത് പുറത്തുനിന്ന് വന്നൊരു ആശയമല്ലേ. ഈസി ക്ലിയർ. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ സട്ടിലായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവർ രണ്ടുപേരുണ്ട്. ഹിന്ദു മഹാസഭയും അല്ലെങ്കിൽ സവർക്കറും ഗുരുജിയുമായിട്ടുണ്ട്, RSSും ഹിന്ദു മഹാസഭയായിട്ടുണ്ട്. അപ്പം ഞാൻ ഈ RSSന്റെ രണ്ടാമത് പറഞ്ഞാണ് എടുക്കുന്നത്. അതിൽ സർവ്വധർമ്മ സമഭാവനല്ല അതിൻ്റെ ഭാഗമില്ല, അതൊന്നും ഇവർ തള്ളിക്കളയുന്നില്ല. സാംസ്കാരിക ദേശീയത. പിന്നെ അതിനുശേഷം ദീൻദയാൽ ഉപാധ്യായ മാനവികവാദം അല്ലേ, ഇന്റഗ്രൽ ഹ്യൂമാനിസം, അത് അദ്ദേഹം മുന്നോട്ട് വെക്കുകയുണ്ടായി. അത് എനിക്കൊന്ന് കോഴിക്കോട് ആ പ്രസംഗം നടത്തിയത്. മുസ്ലിംസ് നമ്മുടെ മാംസത്തിൻ്റെ മാംസവും രക്തത്തിൻ്റെ രക്തമാണ്. അത് കഴിഞ്ഞിട്ട് പോയിട്ടാണ് ഗോരഖ്പൂർ അദ്ദേഹം കൊല ചെയ്യപ്പെടുന്നു. അല്ല, ട്രെയിനിൽ വീട് മേടിച്ചോ. എനിക്ക് തോന്നുന്നു ഇവന്മാര് ഈ ട്രെയിനിലെ കൊള്ളക്കാരാണ് എന്നാണ് ഒഫീഷ്യൽ റിപ്പോർട്ട്. അദ്ദേഹം മരിച്ചു കിടക്കുകയായിരുന്നു. ഒഫീഷ്യൽ റിപ്പോർട്ട് അങ്ങനെ രണ്ട് കള്ളന്മാരുടെ പേരിലാണ് വന്നിരിക്കുന്നത്. ഇപ്പം എന്തോ രണ്ടാമത് അന്വേഷിക്കണമെന്ന് പറയുന്നുണ്ട്. അതിലെന്താ അപ്പം ഇതാണ് ഇതിൻ്റെ. അപ്പം ഇതിനെ നമ്മൾ ആ രീതിയിൽ ആശയപരമായി നോക്കുമ്പോൾ ഫാസിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഈ രണ്ട് സംഭവം ഉള്ള സ്ഥിതി. ഹിറ്റ്ലർ ആദ്യാവസരം പറഞ്ഞത് ജൂതന്മാരെ കൊല്ലണമെന്നാണ്. അങ്ങനെയല്ല വിചാരധാര പറയുന്നത്, അങ്ങനെയല്ല ഗോൾബൽക്ക് പറയുന്നത്, അങ്ങനെയല്ല RSS പറയുന്നത്. പിന്നെ ഫാസിസ്റ്റ് സ്വഭാവം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചില കലാപങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടും ഞാനീ പറഞ്ഞ ആഭ്യന്തര ശത്രുക്കളായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇവിടെയൊക്കെ ഫാസിസ്റ്റ് സ്വഭാവം തലപൊക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ പക്ഷേ ഈ ഫാസിസ്റ്റ് സ്വഭാവം തലപൊക്കാത്ത ഏത് രാഷ്ട്രീയ പാർട്ടി ഉണ്ട്? അടിയന്തരാവസ്ഥ. ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ആണ് ഭേദം. അതുപോലെ ചില വിഷയങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് നേതാക്കന്മാർ പറഞ്ഞിട്ടില്ലെങ്കിൽ ചില അണികളുടെയൊക്കെ മനോഭാവം മനസ്സിലായി. ബാക്കിയൊന്നും ഞാൻ പറയണ്ടല്ലോ, ആളുകൾ എങ്ങനെയാണ് എതിരാളികളെ പല സ്ഥലത്തും കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഫാസിസം എന്ന് വെച്ചാൽ അങ്ങനെ ഐഡിയോളജിയാണ്. അപ്പം ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു ഫാസിസ്റ്റ് സംഘടനയാണെന്ന് ചോദിച്ചാൽ ഈ BJP RSS എന്ന് ചോദിച്ചാൽ അല്ല. മോഡി ഒരു ഫാസിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ ഫാസിസ്റ്റ് സ്വഭാവങ്ങൾ ചില സ്ഥലത്ത് കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അതൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അത് കാണിക്കാത്ത ആരുണ്ട് എന്നുള്ളതാണ്. നമ്മളെല്ലാവരുടെ ഉള്ളിൽ ഫാസിസ്റ്റ് ഉണ്ട്. ആ ഫാസിസ്റ്റ് നമ്മളെ ബോധമാണ് മെരുക്കി കൊണ്ടുപോകുന്നത്. ഇപ്പം ഇപ്പോഴത്തെ BJP എന്ന് ചിലപ്പോൾ ഒരു കുര്യനെ മന്ത്രിസഭയിലെടുത്തു. അതുപോലെ അത് ക്രിസ്ത്യൻസിനിടയിൽ വലിയ ഔട്ട്റീച്ച് പ്രോഗ്രാം നടത്തുന്നു. മുസ്ലിംസിനെ കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. മന്ത്രിസഭ എടുക്കാത്ത നോക്കണ്ട,
അപ്പോൾ അതൊരു ഫാസിസ്റ്റ് സംഘടനയിൽ എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ മൃഗീയമായ ഭൂരിപക്ഷമൊക്കെ ഉണ്ടായിരുന്ന സമയത്തോ പിന്നെ ചില നിയമനിർമ്മാണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അത് യൂറോപ്പിലൊക്കെയുള്ള ക്രിസ്ത്യൻ കൺസർവേറ്റീവ് പാർട്ടീനൊക്കെ പോലെയുള്ള കൺസർവേറ്റീവ് അല്ലെങ്കിൽ മേരി ലീപ്പൻ്റെ പാർട്ടി അല്ലെങ്കിൽ BNP ബ്രിട്ടീഷ് നാഷണൽ പാർട്ടി പോലെയുള്ള പാർട്ടികൾ അധികാരത്തിൽ വന്നാൽ അവർ ചെയ്യുന്ന പോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഫാസിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല, എനിക്കൊന്ന് തീവ്ര വലതുപക്ഷം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇനി ദേശീയവാദികളെന്ന് വിളിക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഫാസിസ്റ്റ് ആണെങ്കിൽ തിരിച്ചൊരു ചോദ്യമുണ്ട്, ഫാസിസ്റ്റ് അല്ലാത്ത ആരൊക്കെയുണ്ട്, അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. പിന്നെ പാർട്ടി ഇതുവരെ ആ നിലപാട് മാറ്റിയില്ല പാർട്ടി പറയുന്നത്. അതുകൊണ്ട് പാർട്ടി പറഞ്ഞതാണ് ഞാൻ മുഖവിലേക്ക് എടുക്കുന്നത്. എൻ്റെ അഭിപ്രായം അതൊരു ചർച്ചയായിട്ട് വരുന്നതിൽ ചർച്ച എൻ്റെ അഭിപ്രായം പണ്ടേ ഇതാണ്. എന്നോട് ചോദിക്കുന്ന ആളുകളോട് ഞാനിത് പണ്ടേ പറയാറുണ്ട്. പാർട്ടി അങ്ങനെ നിലപാടിലേക്ക് വന്നാൽ അത് നല്ലത്, കൂടുതൽ സത്യസന്ധമായ നിലപാട് അതായിരിക്കും. തീർച്ചയായിട്ടും. എന്തായാലും ഈ കരട് ഈ പ്രമേയം പാർട്ടി കോൺഗ്രസിൽ ചർച്ച ചെയ്യപ്പെടട്ടെ. അതെ അതെ, കൂടുതൽ സുതാര്യവും ഉണ്ടെങ്കിലല്ലേ ചർച്ച ചെയ്യപ്പെടുള്ളൂ. ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യപ്പെടട്ടെ. CPM-ന്റെയും മാർക്സിന്റെ ഒക്കെ പ്രശ്നം വെച്ചത് കേട സംവിധാനമുള്ള സാധനമാണ്. അത് അവർ പറയാ നമ്മളൊന്നും മൊബൈലൊക്കെ എടുത്തിട്ട് ഒരു കാര്യമില്ല, ഒരു ഇൻഫർമേഷൻ കിട്ടില്ല. ഞാൻ അപ്പോൾ നിങ്ങളോട് വന്നല്ലോ, അപ്പോൾ ഞാൻ TV ബാബുവിനോടോ അല്ലെങ്കിൽ വത്സത്തിനൊക്കെ ചേട്ടാ ഇത് വിളിച്ച് പിന്നെ RSSനുള്ളിലെ പ്രധാനപ്പെട്ട തീരുമാനം വിളിച്ചു വെച്ച് വിചാരിച്ചു. അത് സ്ട്രോങ് തീരുമാനമാണെങ്കിൽ അവർ അറിയില്ല, അവർ ജയരാജേട്ടനെക്കാളും വലിയ ജയരാജനാവും. അത് ലോക്കൽ ഇഷ്യൂസൊക്കെ ആണെങ്കിൽ അവർ പറയും. അത് ഈ രണ്ട് പാർട്ടികൾ. അതുകൊണ്ട് ഞാൻ എപ്പോഴും യൂഹാമോഹങ്ങൾക്ക് പിന്നാലെ പോകാറില്ല ഇത്തരം വിഷയങ്ങൾ. അവർ ബേസിക്കലി അവിടെ നിന്ന് മാസ്റ്റേഴ്സ് വോയിസിന് വേണ്ടി ഞാൻ എപ്പോഴും വെയിറ്റ് ചെയ്യും, അല്ലെ നമ്മൾ വണ്ടമാനെ പോകും. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.